ബിഷപ്പിനെതിരായ ശബ്ദ സന്ദേശത്തിൽ ഫാദർ മാത്യു വാഴക്കുന്നത്തോട് സഭാ നേതൃത്വം വിശദീകരണം തേടി. ആക്ഷേപ ഉള്ളടക്കമുള്ള ശബ്ദരേഖയിൽ ഫാദർ മാത്യൂസ് വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചതായി ഓർത്തഡോക്സ് സഭ അറിയിച്ചു. അതേസമയം നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് ഫാദർ ഷൈജു കുര്യനെ എതിർക്കുന്ന വിഭാഗം പ്രതിഷേധം നടത്തി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വൈദികരെ മാറ്റിയതെന്ന് ഭദ്രാസന നേതൃത്വം വിശദീകരണം നൽകുന്നു. സി കെ അഭിലാൽ വിവരങ്ങളുമായുണ്ട്. അഭിലാൽ, ഷൈജു കുര്യനെ മാറ്റി നിർത്തിയ ചുമതലയിൽ നീക്കിയ സമയം മുതൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം, കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരുന്ന രീതി, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സഭയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഫാദർ മാത്യൂസ് വാഴക്കുന്നം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടോ? എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തെങ്കിലുമൊക്കെ പുതു നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഓർത്തഡോക്സ് സഭാ നേതൃത്വം ഔദ്യോഗികമായി തന്നെ വാർത്താക്കുറിപ്പിലൂടെയാണ് മാത്യൂസ് വാഴക്കുന്നത്തിൻ്റെ ഖേദപ്രവർത്തനം സംബന്ധിച്ച വിശദീകരണം നൽകിയിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ കൂടി ഉൾപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പിലാണ് ഇതിൻ്റെ വിശദീകരണം PR തന്നെ നടത്തിയിട്ടുള്ളത്. അതായത് ബാവ തിരുമേനി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരണം നൽകണം എന്ന് ആവശ്യപ്പെട്ട ഘട്ടത്തിൽ തൻ്റെ ഭാഗത്തുനിന്നുണ്ടായ മോശം പരാമർശത്തിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചെന്നും തനിക്ക് പറയാനുള്ള കാരണം നേരിട്ട് കേൾക്കാനുള്ള മനസ്സ് കാണിക്കണമെന്ന് ബാവയോട് അഭ്യർത്ഥിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിനുള്ള അവസരം നൽകിയെന്നുള്ളതാണ് ഈ വിശദീകരണക്കുറിപ്പിൻ്റെ ഉള്ളടക്കം. അതേസമയം ഇന്ന് രണ്ടാം ദിവസവും ഷൈജു കുര്യനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം സഭാവിശ്വാസികൾ നിലയ്ക്കൽ ഭദ്രാസന ആസ്ഥാനത്ത് എത്തിച്ചേർന്നു. ഏറെക്കുറെ 25ഓളം ആളുകളുണ്ട്. അതിൽ 50 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകൾ അടക്കമുണ്ട്. പ്രധാനപ്പെട്ട വിഷയമായി അവർ ഉയർത്തിക്കാണിച്ചത് ഷൈജു കുര്യനെ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്നും മാറ്റി നിർത്തിയതിൻ്റെ വ്യക്തമായ കാരണം പൊതുസമൂഹത്തെ അറിയിച്ചില്ല എന്നുള്ളതാണ്. രാഷ്ട്രീയപരമായ വിഷയങ്ങളല്ല നടപടിക്കിടയാക്കിയതെന്ന് വാർത്താക്കുറിപ്പിൽ പറയുമ്പോൾ എന്താണ് യഥാർത്ഥ കാരണമെന്ന് വിശദമാക്കാൻ സഭാ നേതൃത്വം തയ്യാറാകണമെന്ന് അവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരെ സഭാ നേതൃത്വം ചർച്ചയ്ക്ക് വിളിക്കുകയും ഒടുവിൽ ചർച്ച അലസിപ്പിരിക്കുകയുമാണ് ഉണ്ടായത്. ഷൈജു കുര്യനെ സഭയുടെ നിലയ്ക്കൽ ഭദ്രാസനത്തിൻ്റെ കീഴിലെ ഏതെങ്കിലും സ്ഥാനത്ത് ഭാവിയിൽ വരുന്നതിനെ തങ്ങൾ എതിർക്കുമെന്നും അതോടൊപ്പം തന്നെ നിലയ്ക്കൽ ഭദ്രാസന അധിപൻ്റെ സ്ഥാനത്തേക്ക് മറ്റൊരാളെ നിയമിക്കണമെന്നുള്ള ആവശ്യമടക്കം വിശ്വാസികൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട്. അതേസമയം തന്നെ ഇപ്പോൾ സ്വീകരിച്ച നടപടി പരാതി ലഭിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കാൻ വേണ്ടി ഒരു പ്രത്യേക കമ്മീഷനെ നിയമിക്കുകയാണ്. അതിൻ്റെ റിപ്പോർട്ട് വന്ന ശേഷം മാത്രമേ പരാതിയിൽ കഴമ്പുണ്ടോ എന്ന് ബോധ്യപ്പെടുകയുള്ളൂ. അങ്ങനെ ബോധ്യപ്പെടുന്ന പക്ഷം കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നുള്ളതാണ് സഭയുടെ നിലയ്ക്കൽ PRO വിശദീകരിച്ചത്.